മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. രാവിലെ 5 മണി നിങ്ങളെല്ലാം എണീറ്റു അങ്ങോട്ട് പഠിച്ച് തുടങ്ങിയാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 5 AM ക്ലബ്ബ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങൾ ഒരു രണ്ട് സന്ദർഭങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ. രണ്ട് സന്ദർഭങ്ങൾ. ഒന്ന്, നിങ്ങൾ ഇന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അതായത് നല്ലോണം ഇരുന്ന് പഠിക്കുന്നുണ്ട്, ബാക്കി സമയം ഒരുപാട് സമയം മാറ്റി വെച്ചിരുന്ന് പഠിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പ്രായത്തിലുള്ള ബാക്കി എല്ലാവരും ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ലുലു മോളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബന്ധുവീടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് കറങ്ങാൻ പോകുമ്പോൾ ആ സമയമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇരുന്ന് പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ സമയം ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും. നിങ്ങൾ ഉറപ്പായിട്ടും ഈ വർഷം തന്നെ നിങ്ങൾ സർവീസിൽ കയറും. നിങ്ങളിപ്പോൾ റെയിൽവേ എക്സാം എഴുതുകയാണ്, ഗ്രൂപ്പ് ഡി എക്സാം എഴുതുകയാണ്, ഈ വർഷം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഈ തിരിച്ചുള്ള ഓർമ്മകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിടാം. അതായത് 2026 വർഷം നിങ്ങളിപ്പോൾ തിരിച്ച് 2025 ആലോചിക്കുകയാണ്. അന്ന് നിങ്ങൾ ബാക്കി എല്ലാവരുടെ കൂടെയും വളരെ അഭിമാനത്തോടു കൂടി നിങ്ങൾ പറയും, അതായത് ഞാൻ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒരുപാട് കുത്തിയിരുന്ന് പഠിച്ചു, എന്നിട്ട് എനിക്ക് ഈ നിലയിലേക്ക് എത്താൻ പറ്റി, എനിക്ക് ഈ ഒരു പൊസിഷനിലേക്ക് എനിക്ക് വരാൻ പറ്റി. അന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായാണ് എനിക്ക് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം മൊത്തം അല്ലേ? അങ്ങനെ ആയിരിക്കത്തില്ലേ നിങ്ങൾ പറയുന്നത്? എല്ലാവരോടും അങ്ങനെ ആയിരിക്കും നിങ്ങൾ പറയുന്നത്. ഓക്കെ, അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങൾ ഒന്നും കഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഉഴപ്പയാണ്. നിങ്ങൾക്ക് 2026 ജോലി കിട്ടുന്നില്ല, 2027 നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതായത് നിങ്ങൾ ഉഴപ്പൊന്നും വർക്ക് ചെയ്യുന്നോ ബാക്കി ഒന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് പറയുന്നത് എന്തായിരിക്കും? ഭഗവാനെ, അന്നും കഷ്ടപ്പെട്ടു, ദാ ഇന്ന് എന്താണ്, ഇന്നും ഇങ്ങനെ അങ്ങ് പോകുന്നു, ഇതുവരെ ജോലിയൊന്നും ആയില്ല. അങ്ങനെയൊക്കെ ഒരു മനസ്സല്ലേ നമുക്ക് അന്ന് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ കുറച്ചു കാലം ഒന്ന് കഷ്ടപ്പെട്ടാൽ, ലൈഫിൽ ഒരല്പകാലം ഒന്ന് കഷ്ടപ്പെട്ടാൽ, ഒരു 6 മാസം 7 മാസമൊക്കെ നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആകുമെങ്കിൽ അതല്ലേ ഏറ്റവും സന്തോഷം. ഒരു 6 മാസം കഷ്ടപ്പെട്ടു, നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. അതല്ലേ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ഉഴപ്പിയാൽ പിന്നെ നമ്മുടെ ലൈഫിലൊന്നും നമുക്ക് എന്ത് കാണത്തില്ല? സന്തോഷം കാണത്തില്ല. നമ്മളിങ്ങനെ ജീവിത അവസാനം വരെ ഇങ്ങനെ മാട് പണിയെടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? മൊത്തം കൊണ്ടുപോകേണ്ടി വരും. പക്ഷേ നമ്മൾ ഇന്ന് കുറച്ചു കാലം ഒരു എഫേർട്ട് കൊടുത്താൽ, ഒന്ന് കഷ്ടപ്പെട്ടാൽ, ഒന്ന് ബുദ്ധിമുട്ടിയാൽ, നാളെ അത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മികച്ച സന്തോഷങ്ങളായിരിക്കും. നിങ്ങൾ തിരിച്ചു പറയുമ്പോൾ, നിങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ സന്തോഷങ്ങൾ ഫുൾ എന്തായിരിക്കും? നിങ്ങളുടെ ഇന്നത്തെ കഷ്ടപ്പാടുകളായിരിക്കും അല്ലേ? അല്ലാതെ അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ലവിങ് മെമ്മറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതേസമയം ഉഴപ്പയാണെങ്കിലോ നമ്മൾ പറയുന്നത് അന്നേ പഠിച്ചില്ല, ഇന്നും പഠിച്ചില്ല, അന്ന് കുത്തിന്ന് കുറച്ചു കാലം പഠിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജോലി കിട്ടി പോകാനെ, അന്ന് എൻ്റെ കൂടെ പഠിച്ചവന്മാരൊക്കെ അവിടെ എത്തി, പക്ഷെ ഞാൻ അന്ന് ഉഴപ്പി, അവരൊക്കെ അങ്ങെത്തി. അങ്ങനെയുള്ള ഓർമ്മകളെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആർക്കും വരരുത്. എല്ലാവരും എന്ത് ചെയ്യുക? എഫേർട്ട് കൊടുക്കുക. മക്കളെ, ഒരനുഭവം കൊണ്ട് പറയണേ. രാവിലെ എഴുച്ച് നിന്ന് ഉപദേശിക്കുകയാണ്, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയും ചിന്തിക്കരുത് നിങ്ങൾ. ഓക്കെ, അതായത് കഷ്ടപ്പെടാതെ ഒന്നും കിട്ടത്തില്ലണം. ഒരു പ്രപഞ്ച സത്യമല്ലേ അത്? ഒന്നും കഷ്ടപ്പെടാതെ, ഒന്നും ബുദ്ധിമുട്ടാതെ ആർക്കും ഇന്ന് വരെ ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും നേടിയിട്ടില്ല. അഥവാ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്തായിരിക്കത്തില്ല? ശാശ്വതമായിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നത്തെ 5 AM സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഫെബ്രുവരി 14. ഓക്കെ, മറ്റേ സിമ്പിൾ എന്നിട്ടാണോ? ലവ്. ഓക്കെ, ഇന്ന് ഫെബ്രുവരി 14. സോ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, നിങ്ങൾ നാണം വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ദിവസം ചുവപ്പ് ഷർട്ട്, റോസാ പൂവ്, കാഡ്ബറി ഡയറി മിൽക്ക്. ഓക്കെ, നിങ്ങളെ ഒന്നുമല്ല കേട്ടോ. നിങ്ങൾക്കെല്ലാം അഫെയർ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവരോട് പറയാം, എടി ഇന്ന്, അല്ലെങ്കിൽ എടാ, അല്ലെങ്കിൽ ചേട്ടാ, അല്ലെങ്കിൽ ഓക്കെ എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഇന്നോട്ട് നമുക്കൊരു ഉറച്ചൊരു തീരുമാനം എടുക്കാം. നമുക്ക് 2 പേർക്കും കുത്തിയിരുന്ന് പഠിക്കാം. നമ്മൾ 2 പേരും ഒരു വർഷത്തിന് നമ്മൾ സർവീസിൽ കയറും. പിന്നെ അങ്ങോട്ട് ലൈഫ് എന്തായിരിക്കും? മധുരമായിരിക്കും. ഓക്കെ, ആ രംഗം ഒന്ന് ആലോചിച്ച് വെക്കാം. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ, ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു കോച്ചിങ് സെൻറ്ററിൽ ഓൺലൈൻ ആവാം, ഓഫ്ലൈൻ ആവാം, ഒരുമിച്ച് അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ സൂപ്പർ നോട്ട്സിൽ തന്നെ എന്താണ്, ഒരുമിച്ച് അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ ഒരുമിച്ച് അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു, ഒരുമിച്ച് സർവീസിലേക്ക് കയറുന്നു, അത് കഴിഞ്ഞ് കല്യാണം നടക്കുന്നു,
ദെൻ വീട് വയ്ക്കുന്നു, ദെൻ മക്കൾ ജനിക്കുന്നു, ലൈഫ് സന്തോഷമായിട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു. ഓക്കെ, അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണം നമുക്ക്. നമ്മളിന്ന് നോക്കുന്നത്, അപ്പോൾ പതിവ് പോലെ എപ്പോഴും പറയണം, നിങ്ങൾ ഇന്ന് തന്നെയാണ് കണിയേണ്ടത്. എല്ലാവരുടെ ലൈഫ് എന്താണ്, ഐശ്വര്യപൂർണ്ണമായിട്ട് മാറട്ടെ. സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് നോക്കുന്നത് വിന്ധ്യ സാത്പുരയാണ്. നമ്മൾ നോക്കുന്നത് വിന്ധ്യ സാത്പുര, ദെൻ മൈക്കല റേഞ്ച്, മഹാദിയോ ഹിൽസ്, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിച്ച് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ വിന്ധ്യ സാത്പുര നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വരയ്ക്കാം. ഇവിടെ ഞാൻ ഈ വരച്ചേക്കുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് നിങ്ങൾ കണ്ടായിരുന്നോടാ. ഇവിടെ ഞാൻ ഈ വരച്ചേക്കുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് വന്നിട്ട് ഇത് വിന്ധ്യയാണ്. ഓക്കെ, വിന്ധ്യ. ദെൻ വിന്ധ്യയ്ക്ക് സമാന്തരമായി വിന്ധ്യയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 7 പർവ്വത നിരകളെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്, സാത്പുര എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ വിന്ധ്യയ്ക്ക് സമാന്തരമായി വിന്ധ്യയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 7 പർവ്വത നിരകളെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്, സാത്പുര എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ഇന്ന് നോക്കുന്നത് വിന്ധ്യ സാത്പുരയാണ് നമ്മൾ നോക്കുന്നത്. സോ ശ്രദ്ധിച്ചേ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക്. ഞാൻ ഹെഡിങ് കൊടുത്തു. ഫസ്റ്റ് നോക്കുന്നത് ആരെയാണ്, വിന്ധ്യയാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. വിന്ധ്യയുടെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഇന്ത്യയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര, ഇന്ത്യയുടെ ഒത്ത നടുക്കായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മൗണ്ടെയിൻ റേഞ്ച് ആണ് വിന്ധ്യ. അല്ലെങ്കിൽ ഇന്ത്യയെ 2 തുല്യ ഭാഗങ്ങളായി വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച്, അതും ആരാണ്, വിന്ധ്യയാണ്. സോ ഇന്ത്യയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര, ഇന്ത്യയെ 2 തുല്യ ഭാഗങ്ങളായി വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച് വിന്ധ്യയാണ്. മാത്രമല്ല ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച്, നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച് അതും ആര് തന്നെയാണ്, വിന്ധ്യയാണ്. എന്താണ് ഉത്തരേന്ത്യ, വിന്ധ്യയുടെ നോർത്ത് ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നു. എന്താണ് സൗത്ത് ഇന്ത്യ, വിന്ധ്യയുടെ സൗത്തിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ വിന്ധ്യയുടെ സൗത്ത് ഭാഗത്തെയാണ് നമ്മൾ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നു. അങ്ങനെ ഇന്ത്യയെ നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നും വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച് ആണ് വിന്ധ്യ. ഈ വിന്ധ്യ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ്, ഒന്ന് ഗുജറാത്താണ് കേട്ടോ. സോ ഗുജറാത്തിൽ നിന്നാണ് വിന്ധ്യ ആരംഭിക്കുന്നത്. ഗുജറാത്തിൽ നിന്ന് നേരെ എങ്ങോട്ട് പോകും, മധ്യപ്രദേശിലേക്ക് പോകും. മധ്യപ്രദേശിൽ നേരെ എങ്ങോട്ട് പോകും, മധ്യപ്രദേശിൽ നേരെ ഛത്തീസ്ഗഡിലേക്ക് പോകും. അത് കഴിഞ്ഞ് ഉത്തർപ്രദേശിലേക്ക് പോകും, പിന്നെ ബീഹാറിലേക്ക് പോകും. ഇങ്ങനെയാണ് വിന്ധ്യ വ്യാപിച്ചിരിക്കുന്നത്. സോ വിന്ധ്യ ആകെ 5 സംസ്ഥാനങ്ങളിലൂടെ വിന്ധ്യ പാസ് ചെയ്യുന്നു. ആ വിന്ധ്യ കടന്നു പോകുന്ന 5 സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, ദെൻ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, പിന്നെ ബീഹാർ. 5 സംസ്ഥാനങ്ങളിലൂടെ വിന്ധ്യ പാസ് ചെയ്യുന്നു. പക്ഷേ ഈ വിന്ധ്യയുടെ ഒരു മേജർ പോർഷൻ ഒക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നത്, മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോ വിന്ധ്യ എവിടെയാണെന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ നമുക്ക് എവിടെ പറയാം, മധ്യപ്രദേശിൽ എന്ന് നമുക്ക് പറയാം. ഇനി വിന്ധ്യയുടെ മറ്റൊരു പ്രത്യേകത നോക്കി. ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്നത് പശ്ചിമഘട്ടമാണ്. ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്നത് പൂർവ്വഘട്ടമാണ്. പശ്ചിമഘട്ടം പിന്നെ പൂർവ്വഘട്ടം. അടുത്ത ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ആരാടാ, ഇത് ഡെക്കാൻ പീഠഭൂമിയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് വന്നിട്ട് മാൾവ പ്ലാറ്റ്യൂ ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് മാൾവ പീഠഭൂമിയാണ്. സോ ഡെക്കാൻ പീഠഭൂമിയും മാൾവ പീഠഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച്, ഡെക്കാൻ പീഠഭൂമിയും മാൾവ പീഠഭൂമിയും തമ്മിൽ വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച് വിന്ധ്യയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഉപദ്വീപീയ പീഠഭൂമിയെയും ഉത്തര മഹാസമതലത്തെ തമ്മിൽ വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച്, പെനിൻസുലാർ പ്ലേറ്റുവിനെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനെ തമ്മിൽ വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച് അതും ആര് തന്നെയാണ്, വിന്ധ്യയാണ്. ആരൊക്കെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു, ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന മൗണ്ടെയിൻ റേഞ്ച് ആണ് വിന്ധ്യ. ഇന്ത്യയെ 2 തുല്യ ഭാഗങ്ങളായി വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച് വിന്ധ്യ. നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച് വിന്ധ്യ. ഡെക്കാൻ പ്ലാറ്റ്യൂവിനെ മാൾവ പ്ലാറ്റ്യൂവിനെ തമ്മിൽ വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച് വിന്ധ്യ. ദെൻ ഉപദ്വീപീയ പീഠഭൂമിയും ഉത്തര മഹാസമുദ്രത്തെ തമ്മിൽ വേർതിരിക്കുന്ന മൗണ്ടെയിൻ റേഞ്ച് അതും ആരാണ്, വിന്ധ്യയാണ്. വിന്ധ്യ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, പിന്നെ ബീഹാർ. കൂടുതൽ ഭാഗങ്ങളും എവിടെ സ്ഥിതി ചെയ്യുന്നത്, മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് മനസ്സിലാക്കുക. വിന്ധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ദ ഹയസ്റ്റ് പീക്ക് ഇൻ വിന്ധ്യ. വിന്ധ്യയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുഡ്വിൽ പീക്ക്. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ആരാണത്, ഗുഡ്വിൽ പീക്ക് ആണ്. ഗുഡ്വിൽ പീക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു, മധ്യപ്രദേശിലാണ് ഗുഡ്വിൽ പീക്ക് സ്ഥിതി ചെയ്യുന്നത്. നമുക്കതിനെ ഹിന്ദി വൽക്കരിച്ചാൽ എങ്ങനെ എഴുതാം, ഗുഡിന്റെ ഹിന്ദി വന്നിട്ട് സദ് ആണ്. ദെൻ വില്ലാണെങ്കിൽ ഭാവന, സദ്ഭാവന. പീക്ക് എന്ന് വെച്ചാൽ എന്താണ്, ശിഖറാണ്. ഓക്കെ, ശിഖർ. അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് ഗുഡ്വിൽ പീക്ക് അല്ലെങ്കിൽ സദ്ഭാവന ശിഖർ. ഗുഡ്വിൽ പീക്ക് അല്ലെങ്കിൽ സദ്ഭാവന ശിഖർ എവിടെ സ്ഥിതി ചെയ്യുന്നു, മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുഡ്വിൽ പീക്ക് അല്ലെങ്കിൽ സദ്ഭാവന ശിഖർ. ഇനി ഈ വിന്ധ്യ റേഞ്ചിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ ആരൊക്കെയെന്നറിയോ, വിന്ധ്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാനപ്പെട്ട നദികളാണ്, ഒന്നാമത്തേത് ഫസ്റ്റ് ചമ്പലാണ്. വിന്ധ്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ്, ഒന്ന് ചമ്പൽ, രണ്ടാമത്തേത് ക്ഷിപ്ര, ചമ്പലിന്റെ പോഷക നദിയായ ക്ഷിപ്ര, ചമ്പൽ, ക്ഷിപ്ര.
അടുത്ത ബേത്വ, ചമ്പൽ ക്ഷിപ്ര ബേത്വ, ചമ്പൽ ക്ഷിപ്ര ബേത്വ. അത് കഴിഞ്ഞ ചമ്പൽ ക്ഷിപ്ര ബേത്വ, ചമ്പൽ ക്ഷിപ്ര ബേത്വ, മാഹി തുടങ്ങിയ നദികളൊക്കെ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? വിന്ധ്യ റേഞ്ചിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സോ വിന്ധ്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ചമ്പൽ ക്ഷിപ്ര ബേത്വ പിന്നെ മാഹി. ഇതിലെ ചമ്പൽ ക്ഷിപ്ര ബേത്വയൊക്കെ യമുനയുടെ ട്രിബ്യൂട്ടറി ആണ്. ചമ്പൽ ക്ഷിപ്ര ബേത്വ എല്ലാം യമുനയുടെ പോഷക നദിയാണ്. ഇനി അടുത്ത മനസ്സിലാക്കുക, വിന്ധ്യ എന്ത് തരം പർവ്വതമാണ്? സോ വിന്ധ്യ എന്ത് തരം പർവ്വതമാണെന്നറിയോ? വിന്ധ്യ ഒരു ഡിസ്കണ്ടിന്യൂസ് റേഞ്ച് ആണ്, ഒരു കണ്ടിന്യൂസ് റേഞ്ച് ഒന്നും അല്ല. വിന്ധ്യ എന്താണ്? ഒരു ഡിസ്കണ്ടിന്യൂസ് റേഞ്ച് ആണ്. വിന്ധ്യ എന്ത് തരം പർവ്വതമാണ് എന്ന് ചോദിച്ചാൽ വിന്ധ്യ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബ്ലോക്ക് മൗണ്ടൻ. വിന്ധ്യ എന്ത് പർവ്വതത്തിന് ഉദാഹരണമാണ്? ഖണ്ഡ പർവ്വതത്തിന് ഉദാഹരണമാണ്. ഖണ്ഡ പർവ്വതം അല്ലെങ്കിൽ ബ്ലോക്ക് മൗണ്ടന് ഉദാഹരണമാണ്. നിങ്ങൾക്ക് ഡൗട്ട് വന്നു കാണും, എന്താണ് ബ്ലോക്ക് മൗണ്ടൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? സംഭവം ഇത്രയേ ഉള്ളടാ. നോക്കി, ഇവിടെ ഈ കാണുന്നത് ഒരു പീഠഭൂമിയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇവിടെ ഇങ്ങനെ ഈ കാണുന്നത് വന്നിട്ട് ഒരു പ്ലാറ്റൂ ആണ്, ഒരു പീഠഭൂമിയാണ്. രണ്ട് പ്ലേറ്റുകളുടെ മുകളിൽ നിൽക്കുന്ന, രണ്ട് ഫലകങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ഒരു പീഠഭൂമിയാണ് ഇവിടെ നിൽക്കുന്നത്. രണ്ട് പ്ലേറ്റുകളുടെ മുകളിൽ നിൽക്കുന്ന ഒരു പീഠഭൂമി. ഓക്കെ, അപ്പൊ പ്ലേറ്റുകൾ തമ്മിൽ അകന്ന് മാറാൻ തുടങ്ങും. ഓക്കെ, പ്ലേറ്റുകൾ തമ്മിൽ അടുക്ക് മാത്രമല്ല ചെയ്യുന്നത്, പകരം എന്ത് ചെയ്യാറുണ്ട്? അകന്ന് മാറാറുമുണ്ട്. അങ്ങനെ ഈ പ്ലേറ്റുകൾ തമ്മിൽ അകന്ന് മാറുകയാണെന്ന് സങ്കല്പിക്കാം. സ്വാഭാവികമായിട്ടും ഈ ഒരു പൊട്ടൽ അല്ലെങ്കിൽ ഈ ഒരു വലിവ് എവിടെയും വരും? പീഠഭൂമിയിലും വരും. അങ്ങനെ ഈ പീഠഭൂമിയുടെ ഇവിടെ ഒരു ക്രാക്ക് വീഴും, ഇവിടെയും ഒരു ക്രാക്ക് വീഴും. അവിടെ ഒരു ക്രാക്ക് വീണു, ഇവിടെയും എന്ത് ചെയ്തു? ഒരു പൊട്ടൽ വീണു. ഇവിടെയും എന്ത് സംഭവിച്ചു? ഒരു പൊട്ടൽ വീണു. ഇനി ആ പൊട്ടൽ വീണ ഭാഗം മാത്രം പതുക്കെ എന്ത് ചെയ്യും? താഴേക്ക് വരും. ഇനി നോക്കിയടാ, ആ പൊട്ടൽ വീണ ഭാഗം മാത്രം പതുക്കെ ഇങ്ങനെ താഴേക്ക് വന്ന് ഇവിടെ എന്ത് ഫോം ചെയ്തു? ഒരു വാലി ഫോം ചെയ്തു. ഇവിടെ ഒരു താഴ്വര ഫോം ചെയ്തു. ഇങ്ങനെ രൂപം കൊള്ളുന്ന താഴ്വരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ റിഫ്റ്റ് വാലി എന്ന് പറയുന്നു. ഇങ്ങനെ രൂപം കൊള്ളുന്ന താഴ്വരകളെയാണ് നമ്മൾ റിഫ്റ്റ് വാലി അല്ലെങ്കിൽ ഭ്രംശ താഴ്വര എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ഫോം ചെയ്തു? ഒരു റിഫ്റ്റ് വാലി ഫോം ചെയ്തു, ഒരു ഭ്രംശ താഴ്വര ഫോം ചെയ്തു. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഇവിടെയും ഉയർന്നു, അല്ലെ? ഇവിടെയും ഉയർന്ന് ഒരു പർവ്വതങ്ങളായിട്ട് മാറി. ഇങ്ങനെ രൂപം കൊള്ളുന്ന ഈ പർവ്വതങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലോക്ക് മൗണ്ടൻസ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഒരു ബ്ലോക്ക് മൗണ്ടൻ ആണ്. അപ്പൊ നോക്കി, നമുക്കറിയാം വിന്ധ്യയ്ക്കും സാത്പുരയ്ക്കും ഇടയ്ക്കുള്ള താഴ്വരയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്റ്റ് വാലി അല്ലെങ്കിൽ ഭ്രംശ താഴ്വര എന്നൊക്കെ നമ്മൾ പറയുന്നത്, ശരിയല്ലേ? വിന്ധ്യയ്ക്കും സാത്പുരയ്ക്കും ഇടയ്ക്കുള്ള താഴ്വരയാണ് റിഫ്റ്റ് വാലി അല്ലെങ്കിൽ ഭ്രംശ താഴ്വര. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വിന്ധ്യ, സാത്പുര എല്ലാം തന്നെ എന്ത് പർവ്വതമാണ്? ഖണ്ഡപർവ്വതമാണ് അല്ലെങ്കിൽ ബ്ലോക്ക് മൗണ്ടൻ ആണ്. സോ പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഫലമായിട്ട് പീഠഭൂമികളിൽ രൂപം കൊള്ളുന്ന പർവ്വതങ്ങളെയാണ് നമ്മൾ ബ്ലോക്ക് മൗണ്ടൻസ് അല്ലെങ്കിൽ ഖണ്ഡപർവ്വതം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഫലമായിട്ട് പ്ലാറ്റ്യൂസിൽ രൂപം കൊള്ളുന്ന പർവ്വതങ്ങൾ നമുക്ക് ബ്ലോക്ക് മൗണ്ടൻസ് എന്ന് പറയാം. സോ വിന്ധ്യ ആൻഡ് സാത്പുര ആർ ആൻ എക്സാമ്പിൾ ഓഫ് ബ്ലോക്ക് മൗണ്ടൻ. ക്ലിയർ ആണ്? ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് നേരെ നമുക്ക് സാത്പുരയിലേക്ക് വരാം. ഇവിടെ വിന്ധ്യ ആയാലും സാത്പുര ആയാലും അതിന്റെ ഓറിയന്റേഷൻ എങ്ങനെ കിടക്കുന്നത്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് കിടക്കുന്നത്, ശരിയല്ലേ? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് ആര് വ്യാപിച്ചിരിക്കുന്നത്? വിന്ധ്യ, സാത്പുര എല്ലാം തന്നെ വ്യാപിച്ചിരിക്കുന്നത്. ഇനി സാത്പുരയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, സോ സാത്പുരയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. സാത്പുരയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്: ഒന്ന്, വിന്ധ്യയ്ക്ക് സമാന്തരമായി വിന്ധ്യയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിന്ധ്യയ്ക്ക് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന 7 പർവ്വതങ്ങളെ ചേർത്താണ് നമ്മൾ എന്ത് പറയുന്നത്? സാത്പുര എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു മൗണ്ടെയിൻ റേഞ്ച് ആണ് സാത്പുര മൗണ്ടെയിൻ റേഞ്ച്. സോ വിന്ധ്യയ്ക്ക് സമാന്തരമായി വിന്ധ്യയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 7 പർവ്വതങ്ങളെ ചേർത്താണ് നമ്മൾ സാത്പുര എന്ന് പറയുന്നു. ഈ സാത്പുര കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ: 1 ഗുജറാത്ത് ആണ്, 2 മഹാരാഷ്ട്ര, 3 മധ്യപ്രദേശ് ആണ്. സോ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. അത് കഴിഞ്ഞടുത്ത് നമ്മുടെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, പിന്നെ ഛത്തീസ്ഗഡ് എന്നീ 4 സംസ്ഥാനങ്ങളിലായിട്ടാണ് ആര് വ്യാപിച്ചിരിക്കുന്നത്? സാത്പുര വ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, അതില് സാത്പുരയുടെ ഏറിയ ഭാഗവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. സോ വിന്ധ്യ, സാത്പുരയൊക്കെ മധ്യപ്രദേശിലാണ് അതിന്റെ കൂടുതൽ ഭാഗവും എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ, സോ വിന്ധ്യയ്ക്ക് സമാന്തരമായി വിന്ധ്യയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 7 പർവ്വത നിരകളെ ചേർത്താണ് നമ്മൾ സാത്പുര എന്ന് പറയുന്നത്. ദെൻ സാത്പുര ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ 4 സംസ്ഥാനങ്ങളുടെ സാത്പുര പാസ് ചെയ്യണം. ഇനി സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത്, സോ സാത്പുരയുടെ റാണി, ക്യൂൺ ഓഫ് സാത്പുര എന്നറിയപ്പെടുന്നത് പച്മർഹിയാണ്.
സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹിയാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. സോ സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹി മധ്യപ്രദേശ്. പച്മർഹി മധ്യപ്രദേശ്. ഈ പച്മർഹി ഒരു ബയോസ്ഫിയർ റിസർവും കൂടെയാണ്. പച്മർഹി എന്തും കൂടെയാണ്? ഒരു ബയോസ്ഫിയർ റിസർവും കൂടെയാണ് പച്മർഹി. ദെൻ ഈ സാത്പുരയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ്. ധൂപ്ഗഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. കറക്റ്റ്. പച്മർഹിയിലാണ് ആരും വരുന്നത്? ധൂപ്ഗഡും വരുന്നത്. അങ്ങനെ സാത്പുരയിൽ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് ധൂപ്ഗഡ്. ഓർത്തിരിക്കുക, ഈ ധൂപ്ഗഡിന് നമ്മുടെ ഗുഡ്വിൽ പീക്കിനെക്കാളും ഹൈറ്റ് എങ്ങനെയാണ്? കൂടുതലാണ്. ധൂപ്ഗഡിന് ഗുഡ്വിൽ പീക്കിനെക്കാളും ഹൈറ്റ് കൂടുതലുണ്ട്. ഓക്കെ, അപ്പോ സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹി മധ്യപ്രദേശ്. സാത്പുരയിൽ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് ധൂപ്ഗഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി അടുത്ത് ഈ സാത്പുരയിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പാസ് ഉണ്ട്, ഒരു പ്രധാനപ്പെട്ട ചുരമുണ്ട്. ആ ചുരത്തിന്റെ പേരാണ് അസിർഗഡ്. അവിടെയുള്ള ആ പാസിന്റെ പേരാണ് അസിർഗഡ്. ഓക്കെ, അസിർഗഡ്. ഈ അസിർഗഡ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് അസിർഗഡ് സ്ഥിതി ചെയ്യുന്നത്. അസിർഗഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശിലാണ് അസിർഗഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്താണ് അസിർഗഡ് പാസിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തി ഡെക്കാണിലേക്ക് വരണമെങ്കിൽ അയാൾ അസിർഗഡ് പാസിലൂടെയാണ് നോർമലി എന്ത് ചെയ്യുന്നത്? താഴേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഡെക്കാണിലേക്കുള്ള പ്രവേശന കവാടം അല്ലെങ്കിൽ ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നൊക്കെ അറിയപ്പെടുന്നത് കീ ടു ഡെക്കാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ചുരമാണ് അസിർഗഡ് ചുരം. ഡെക്കാണിലേക്കുള്ള പ്രവേശന കവാടം അല്ലെങ്കിൽ ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നൊക്കെ അറിയപ്പെടുന്ന പാസ്സാണ് അസിർഗഡ് പാസ്. ഈ അസിർഗഡ് പാസ് എവിടാ സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് അസിർഗഡ് പാസ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണ്? ഓക്കെ, ഇനി അടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു മൗണ്ടെയിൻ റേഞ്ച് ഉണ്ട്. ഇവിടെയുള്ള ഈ മൗണ്ടെയിൻ റേഞ്ച് ആണ് മൈക്കല റേഞ്ച്. നമുക്ക് വേണമെങ്കിൽ പറയാം വിന്ധ്യയ്ക്കും സാത്പുരയ്ക്കും ഇടയ്ക്കാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ലിറ്ററലി കറക്റ്റ് ആവണമെന്നില്ല. കാര്യം സാത്പുരയ്ക്ക് താഴെയും ആരുണ്ട്? മൈക്കല റേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ വിന്ധ്യയ്ക്കും സാത്പുരയ്ക്കും ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ കാണപ്പെടുന്ന ഈ മൗണ്ടെയിൻ റേഞ്ച് ആണ് മൈക്കല റേഞ്ച്. ഈ മൈക്കല റേഞ്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമായിട്ടാണ് മൈക്കല റേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. സോ പറഞ്ഞാൽ മൈക്കല റേഞ്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമായിട്ടാണ് മൈക്കല റേഞ്ച് സ്ഥിതി ചെയ്യുന്നു. ഛത്തീസ്ഗഡിലെ മൈക്കല റേഞ്ചിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ആരാന്നറിയാം? ഛത്തീസ്ഗഡിലെ മൈക്കല റേഞ്ചിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മഹാനദിയാണ്. സോ ഛത്തീസ്ഗഡിലെ മൈക്കല റേഞ്ചിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മഹാനദി. ഇനി അടുത്ത് മനസ്സിലാക്കാം, ഈ മൈക്കല റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ആരാണെന്നറിയാം? മൈക്കല റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. മൈക്കല റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് അമർകാണ്ടക്. സോ മൈക്കല റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് അമർകാണ്ടക് എവിടെ സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. മൈക്കല റേഞ്ചിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ്, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അമർകാണ്ടക് എവിടെ സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. മധ്യപ്രദേശിലെ അമർകാണ്ടക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് നദികളാണ് ഒന്ന് നർമ്മദ, രണ്ടാമത്തേത് സോണാണ്. മധ്യപ്രദേശിലെ അമർകാണ്ടക്കിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ട് നദികളാണ് ഒന്ന് നർമ്മദ, രണ്ടാമത്തേത് സോണാണ്. ഇവിടെ മനസ്സിലാക്കാം, വിന്ധ്യയ്ക്കും സാത്പുരയ്ക്കും ഇടയ്ക്കൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. അല്ലെങ്കിൽ റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ആരാണ്? നർമ്മദയാണ്. വെസ്റ്റിലേക്ക് ഒഴുകുന്ന നദിയാണ് നർമ്മദ. കാരണം ഈ നർമ്മദ റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ഇവിടെ റിഫ്റ്റ് വാലിയുടെ സ്ലോപ്പ് എങ്ങോട്ടാണ്? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ്. അതുകൊണ്ടാണ് നർമ്മദ എങ്ങോട്ട് ഒഴുകുന്നത്? വെസ്റ്റിലേക്ക് ഒഴുകുന്നത്. ഓക്കെ, അങ്ങനെ വിന്ധ്യയ്ക്കും സാത്പുരയ്ക്കും ഇടയ്ക്കൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. സാത്പുരയുടെ തെക്ക് ഭാഗത്തൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. സാത്പുരയുടെ സൗത്തിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. സാത്പുരയുടെ സൗത്തിലൂടെ ഒഴുകുന്ന നദി ആരാണ്? താപ്തിയാണ്. മധ്യപ്രദേശിലെ മുൾട്ടായി പീഠഭൂമിയിൽ നിന്ന്, മധ്യപ്രദേശിലെ മുൾട്ടായി പ്ലാറ്റൂവിൽ നിന്നാണ് ആരുത്ഭവിക്കുന്നത്? താപ്തി ഉത്ഭവിക്കുന്നത്. സോ നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ടെയിൻ റേഞ്ച് ആരാണ്? സാത്പുരയാണ്. അല്ലെ, നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ടെയിൻ റേഞ്ച് ആണ് സാത്പുര. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. ഇനി ഇവിടെ മധ്യപ്രദേശിൽ തന്നെ ഇങ്ങനെ ഒരു മൗണ്ടെയിൻ റേഞ്ച് ഉണ്ട്. ഈ മൗണ്ടെയിൻ റേഞ്ചിന്റെ പേരാണ് മഹാദിയോ ഹിൽസ്. ഇവിടെയുള്ള ഈ മൗണ്ടെയിൻ റേഞ്ചിന്റെ പേരാണ് മഹാദിയോ ഹിൽസ്. മധ്യപ്രദേശിലാണ് ആര് വരുന്നത്? മഹാദിയോ ഹിൽസ് വരുന്നത്. സോ മഹാദിയോ ഹിൽസ് എവിടെ വരുന്നു? മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് വിന്ധ്യ സാത്പുരയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ കുറച്ച് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ വിന്ധ്യ റേഞ്ച് ഇസ് കറക്റ്റ്? വിന്ധ്യ റേഞ്ചിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ വിന്ധ്യയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് 4 ഇല്ല മക്കളെ, 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ 3 സ്റ്റേറ്റ്മെന്റിൽ ശരി ആരൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് മൗണ്ടെയിൻ റേഞ്ച് സ്ട്രെച്ചിങ് അക്രോസ് സെൻട്രൽ ഇന്ത്യ. അതായത് ഈ വിന്ധ്യ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് മൗണ്ടെയിൻ റേഞ്ച് ആണ്, സെൻട്രൽ ഇന്ത്യയിലെ ഒരു കണ്ടിന്യൂസ് മൗണ്ടെയിൻ റേഞ്ച് ആണ്. തെറ്റാണ്. കാരണം വിന്ധ്യ ഒരു കണ്ടിന്യൂസ് മൗണ്ടെയിൻ റേഞ്ച് ആണോ? അല്ല, അതൊരു ഡിസ്കണ്ടിന്യൂസ് മൗണ്ടെയിൻ റേഞ്ച് ആണ്. ഞാനിങ്ങനെ വിട്ടാണ് ആരെ വരച്ചിരിക്കുന്നത്? വിന്ധ്യയെ വരച്ചിരുന്നത്. ഓക്കെ, അപ്പൊ വിന്ധ്യ ഒരു കണ്ടിന്യൂസ് മൗണ്ടെയിൻ റേഞ്ച് അല്ല. രണ്ട്, ഇറ്റ് ആക്ട് എസ് എ നാച്ചുറൽ ബാരിയർ ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യ. അതായത് നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു? വിന്ധ്യ ആക്ട് ചെയ്യുന്നു. കറക്റ്റ് ആണ്. ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വിന്ധ്യ റേഞ്ച് ഈസ് ധൂപ്ഗഡ്. വിന്ധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് ധൂപ്ഗഡ്. വിന്ധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് ധൂപ്ഗഡ്. തെറ്റാണ്. വിന്ധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് ധൂപ്ഗഡ് ആണോ? അല്ല, വിന്ധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് ഗുഡ്വിൽ പീക്ക് അല്ലെങ്കിൽ സദ്ഭാവന ശിഖർ, മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. സോ 1 തെറ്റാണ്, 3 തെറ്റാണ്, 2 മാത്രം ശരിയാണ്. ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? ആൻസർ ആരാണ്? ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following statements is or are correct regarding the സാത്പുര റേഞ്ച്? അപ്പൊ ഞാൻ നിങ്ങൾക്ക് സാത്പുര റേഞ്ചിനെ കുറിച്ച് ഇവിടെ ഒരു 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫസ്റ്റ്, ഒന്ന്, ദ സാത്പുര റേഞ്ച് ഈസ് എ ഫോൾഡ് മൗണ്ടെയിൻ ടൈപ്പ്. സാത്പുര ഒരു ഫോൾഡ് മൗണ്ടൻ ആണ്, ഒരു മടക്ക് പർവ്വതമാണ്. സാത്പുര ഒരു മടക്ക് പർവ്വതമാണോ? അല്ല. ഹിമാലയം ഒരു ഫോൾഡഡ് മൗണ്ടൻ ആണ്. ആരവല്ലി ഒരു ഫോൾഡഡ് മൗണ്ടൻ ആണ്. പക്ഷേ സാത്പുര എന്ത് മൗണ്ടൻ ആണ്? സാത്പുര ഒരു ബ്ലോക്ക് മൗണ്ടൻ ആണ്, അല്ലെങ്കിൽ ഖണ്ഡ പർവ്വതമാണ്. നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചായിരുന്നു. തെറ്റാണ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് അക്രോസ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ആൻഡ് ഛത്തീസ്ഗഡ്. കറക്റ്റ് ആണ്. ഈ സാത്പുര മഹാരാഷ്ട്രയിലൂടെ, മധ്യപ്രദേശിലൂടെയും ഛത്തീസ്ഗഡിലൂടെയും പാസ് ചെയ്യുന്നു. 100% ശരിയാണ്. ഗുജറാത്തിലൂടെയും ആര് പാസ് ചെയ്യുന്നുണ്ട്? സാത്പുര പാസ് ചെയ്യുന്നുണ്ട്. 3, പച്മർഹി ലൊക്കേറ്റഡ് ഇൻ ദ സാത്പുര റേഞ്ച് ഈസ് എ യുനെസ്കോ ബയോസ്ഫിയർ റിസർവ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞുള്ളൂ പച്മർഹി ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്. യെസ്, കറക്റ്റ് ആണ്. സാത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് പച്മർഹിയാണ്. അതൊരു ബയോസ്ഫിയർ റിസർവ് ആണ്. സോ ഇവിടെ 2ഉം 3ഉം എന്താണ്? ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. ആൻസറിലേക്ക് വരാം. ആൻസർ ബി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Vindhya and Satpura ranges play a crucial role in India's climate and hydrology. Consider the following statement. വിന്ധ്യ, സാത്പുര ഇന്ത്യയുടെ കാലാവസ്ഥ നന്നായിട്ട് സ്വാധീനിക്കുന്ന മൗണ്ടെയിൻ റേഞ്ചുകളാണ്. അതിന് കാരണം എന്താണ്? ഒന്ന്, ദ സാത്പുര റേഞ്ച് ഇൻഫ്ലുവൻസസ് ദ മൺസൂൺ ബൈ ആക്ടിങ് ആസ് എൻ ഓറോഗ്രാഫിക് ബാരിയർ. അതായത് സാത്പുര മൗണ്ടെയിൻ റേഞ്ച് മൺസൂണിനെ തടയുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ച് ആണ്. തീർച്ചയായിട്ടുമാണ് ഡെക്കാളിലേക്ക് കയറി പോകുന്ന സൗത്ത് വെസ്റ്റ് മൺസൂണിലേക്ക് ആര് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്? സാത്പുര ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണ്. 2, the Vindhya range separates the drainage basins of the Ganga and the Narmada. അതായത് ഗാഞ്ചസ് റിവർ സിസ്റ്റത്തെയും നർമ്മദ റിവർ സിസ്റ്റത്തെയും തമ്മിൽ ആര് സെപ്പറേറ്റ് ചെയ്യുന്നു? വിന്ധ്യ സെപ്പറേറ്റ് ചെയ്യുന്നു. കറക്റ്റ് ആണ്. വിന്ധ്യയുടെ മുകളിലാണ് ആര് ഒഴുകുന്നത്? ഗംഗ അല്ലെങ്കിൽ ഗാഞ്ചസ് റിവർ സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ഒഴുകുന്നത്. ദെൻ അത് കഴിഞ്ഞ് അതിന് താഴെ ആര് വരുന്നു? നർമ്മദ വരുന്നു. കറക്റ്റ് ആണ്. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ചമ്പൽ റിവർ ഒറിജിനേറ്റ്സ് ഫ്രം ദ സാത്പുര. ചമ്പൽ സാത്പുരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. തെറ്റാണ്. കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചോളൂ ചമ്പൽ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ചമ്പൽ വിന്ധ്യയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ചമ്പൽ ഉത്ഭവിക്കുന്നത്. തെറ്റാണ്. അവിടെ ഇപ്പോൾ ആൻസർ 1ഉം 2ഉം മാത്രമാണ് ശരി. ആൻസർ വന്നിട്ട് ആരാണ്ട? 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിൽ സ്റ്റേഷൻസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സാത്പുര റേഞ്ച്? ഞാൻ നിങ്ങൾക്ക് ഇവിടെ 4 ഹിൽ സ്റ്റേഷൻസിനെ തന്നിട്ടുണ്ട്. ഈ 4 ഹിൽ സ്റ്റേഷൻസിൽ സാത്പുര റേഞ്ചിൽ സ്ഥിതി ചെയ്യുന്നത് ആരൊക്കെയാണ്? 1, മൗണ്ട് അബു ഇവിടെ വരുന്നത് ആരവല്ലിയിലാണ്. ആരവല്ലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ ആണ് മൗണ്ട് അബു, രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. പച്മർഹി കറക്റ്റ് ആണ്. പച്മർഹി സാത്പുരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാബലേശ്വർ അല്ല. ദെൻ അത് കഴിഞ്ഞ് മതേരൻ അല്ല, അല്ലെങ്കിൽ മത്തേരൻ അല്ല. ആൻസർ വന്നിട്ട് പച്മർഹിയാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. ക്യൂൺ ഓഫ് സാത്പുര എന്നറിയപ്പെടുന്ന ആരാണ്? പച്മർഹിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following national park is not located in the Vindhya or Satpura range? ഞാൻ ഇവിടെ 4 നാഷണൽ പാർക്കുകളെ തന്നിട്ടുണ്ട്. ഈ 4 നാഷണൽ പാർക്കില് വിന്ധ്യ സാത്പുര റേഞ്ചിൽ അല്ലാത്ത നാഷണൽ പാർക്ക് ആരാണ്? ഫസ്റ്റ് വൺ, 1, കൻഹ മധ്യപ്രദേശ്. കൻഹ മധ്യപ്രദേശിലാണ്. സ്വാഭാവികമായിട്ടും ഈ മൗണ്ടെയിൻ റേഞ്ചിന്റെ ഭാഗമായിരിക്കും. 2, സാത്പുര. പറയേ വേണ്ട, സാത്പുര നാഷണൽ പാർക്ക് എവിടെയാണ്? സാത്പുരയിലാണ്. അതുകൊണ്ട് അതിന് അങ്ങനെ ഒരു പേര് തന്നെ വരാൻ കാരണം. ദെൻ ബാന്ധവ്ഗഡ് മധ്യപ്രദേശ്. ഓക്കെ,
ഓക്കെ, ബാന്ധവ്ഗഡും സാത്പുര റേഞ്ചിന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് ഡച്ചിഗാം, തെറ്റാണ്. ഡച്ചിഗാം നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കാശ്മീരിലാണ് അല്ലെ. ഇനിയിൽ കാശ്മീർ സ്റ്റാഗിന്റെ, കാശ്മീർ കലമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാബിറ്ററ്റ് ആണ്. കാശ്മീർ സ്റ്റാഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാബിറ്ററ്റ് ആണ് ഡച്ചിഗാം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ്. ഒരു കാരണവശാലും ഡച്ചിഗാം എവിടെ വരത്തില്ല? വിന്ധ്യ സാത്പുരിൽ വരത്തില്ല. സോ ആൻസർ വന്നിട്ട് ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ വിന്ധ്യ ആൻഡ് സാത്പുര റേഞ്ച്. വിന്ധ്യ സാത്പുര റേഞ്ചിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഒന്ന്, ദ വിന്ധ്യ റേഞ്ച് എക്സ്റ്റെൻസ് ഫ്രം ഗുജറാത്ത് ഇൻ ദ വെസ്റ്റ് ടു ബീഹാർ ഇൻ ദ ഈസ്റ്റ്. അതായത് വെസ്റ്റ് ഗുജറാത്ത് മുതൽ ഈസ്റ്റ് ബീഹാർ വരെ വിന്ധ്യ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. കറക്റ്റ് ആണ്. കാരണം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് ആര് പാസ് ചെയ്യുന്നത്? വിന്ധ്യ പാസ് ചെയ്യുന്നത്. കറക്റ്റ് ആണ്. ദ സാത്പുര റേഞ്ച് ഈസ് ഓൾഡർ ദാൻ ദ വിന്ധ്യൻ റേഞ്ച് ഇൻ ടേംസ് ഓഫ് ജിയോളജിക്കൽ ഫോർമേഷൻ. അതായത് വിന്ധ്യയെക്കാളും മൂത്തതാണ് സാത്പുര റേഞ്ച്. തെറ്റാണ്. വിന്ധ്യയാണ് സാത്പുരയെക്കാളും കുറച്ചും കൂടെ ഓൾഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ വിന്ധ്യ സാത്പുരയെക്കാളും മൂത്തതാണ്. ആൻസർ 2 തെറ്റാണ്. രണ്ടാമത്തേത് തെറ്റാണ്. 3, വിന്ധ്യ റേഞ്ച് ഈസ് മോർ കണ്ടിന്യൂസ് ദാൻ സാത്പുര റേഞ്ച്. സാത്പുര റേഞ്ചിനെക്കാളും വിന്ധ്യ റേഞ്ചിന് കുറച്ചും കൂടെ കണ്ടിന്യൂറ്റി കൂടുതലാണ്. ശരിയാണ്. വിന്ധ്യക്ക് സാത്പുരയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ, വിന്ധ്യക്ക് സാത്പുരയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി എങ്ങനെയാണ്? കൂടുതലാണ്. സോ 3 ശരിയാണ്. 1 ശരിയാണ്, 3 ശരിയാണ്, 2 തെറ്റാണ്. സോ ആൻസർ വന്നിട്ട് സി ആണ് കറക്റ്റ് ആൻസർ. ആൻസർ ആരാണ്? സി ആണ് കറക്റ്റ് ആൻസർ. സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. അങ്ങനെ നമ്മൾ വിന്ധ്യ സാത്പുര നമ്മൾ എന്ത് ചെയ്തു? കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി, ടോപ്പിക് എന്താണെന്ന് ഭംഗിയായിട്ട് മനസ്സിലായി. ഓക്കെ, ഇനി എന്ത് നിങ്ങൾ ചെയ്യുക? വാലന്റൈൻസ് ഡേ ആണ്. കാണാനുള്ളവരൊക്കെ എന്ത് ചെയ്യുക? രാവിലെ പോയി കണ്ടിട്ട് വരിക, ഡയറി മിൽക്ക് ഒക്കെ കൊടുത്തിട്ട് വരിക, എന്നിട്ട് ഒന്ന് പറയാം നമുക്ക് പഠിച്ച് ജോലി മേടിക്കണം. ഓക്കെ, അല്ലാത്തവരെന്ത് ചെയ്യാം? സിംഗിൾ പസംഗ. അല്ലാത്തവരെന്ത് ചെയ്യാം? അല്ലാത്തവരൊന്ന് പഠിക്കുക. ഒരു ടോപ്പിക്ക് നിങ്ങൾ തീർക്കുക. 5 ടോപ്പിക്കൾക്ക് റിവിഷൻ കൊടുക്കുക. ഒരു ടോപ്പിക്ക് തീർക്കുക, 5 ടോപ്പിക്കൾക്ക് റിവിഷൻ കൊടുക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ 5am ക്ലബിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാം? നിങ്ങളൊക്കെ രാവിലെ എന്ത് ചെയ്യുക? എണീപ്പിക്കുക. ഒരു ഗുഡ് സ്റ്റാർട്ട് എന്ത് ചെയ്യുക? കൊടുക്കുക. ഒരു ഗുഡ് സ്റ്റാർട്ട് എല്ലാവരുടെ ലൈഫിൽ എന്ത് ചെയ്യുക? ഒരു ഗുഡ് സ്റ്റാർട്ട് കൊടുക്കുക. സോ ഇന്നത്തെ ദിവസം ഒരു വണ്ടർഫുൾ ഡേ ആയിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.